പ്രശസ്തനായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഫുഡ് വ്ളോഗറുമായ ആഷിഖ് തന്റെ ലൈവ് സ്ട്രീമിനിടെ തളർന്നു വീണു മരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ആ മരണം തത്സമയം കണ്ടു. ഇതൊരു സ്വാഭാവിക മരണമാണോ, അതോ സൈബർ ഭീഷണി മറയാക്കിയുള്ള ഒരു കൊലപാതകമോ? രാത്രി 9 മണി, പതിവ് പോലെ ഫുഡ് വ്ളോഗർ ആഷിഖ് റഹ്മാൻ തന്റെ പുതിയ വിഭവം പരിചയപ്പെടുത്താനായി ലൈവിൽ വന്നു. ആയിരക്കണക്കിന് കമന്റുകൾ ഒഴുകി വന്നു. എന്നാൽ പെട്ടെന്ന് വിഭവം കഴിച്ചയുടൻ ആഷിഖ് കുഴഞ്ഞു വീഴുന്നു. സ്ക്രീനിൽ ആളനക്കം നിലയ്ക്കുന്നു. ദശലക്ഷക്കണക്കിന് കാഴ്ചക്കാർക്ക് മുന്നിൽ ആ മരണം തത്സമയം സംഭവിച്ചു. ഇതൊരു കോണ്ടന്റ് ക്രിയേറ്ററിന്റെ അപ്രതീക്ഷിത മരണമായിരുന്നു. പോലീസ് കേസ് ഹൃദയാഘാതം എന്ന് എഴുതിത്തള്ളാൻ ശ്രമിച്ചെങ്കിലും പൊതുസമൂഹത്തിലെ സംശയങ്ങൾ കാരണം ഡിറ്റക്റ്റീവ് വില്യംസിന് കേസ് ഏറ്റെടുക്കേണ്ടി വന്നു. വില്യംസ് സ്റ്റുഡിയോയിലെത്തി. മുറിയിൽ തന്റെ ഉപകരണങ്ങളും ലൈറ്റുകളും മാത്രം. മരണത്തിന് കാരണമായ വിഭവം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ വില്യംസ് ആദ്യം പരിശോധിച്ചത് ആഷിഖ് മരിക്കുന്ന സമയത്ത് ഓണായിരുന്ന ലാപ്ടോപ്പാണ്. ആഷിഖ് ഏറ്റവും കൂടുതൽ നേരിട്ടിരുന്നത് ട്രോളുകളും സൈബർ ആക്രമണങ്ങളുമായിരുന്നു. പല കമന്റുകളിലും വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ സൂചനകളുണ്ടായിരുന്നു. വില്യംസ് ആഷിഖ് കഴിച്ച വിഭവം പരിശോധിച്ചു. വിഷാംശം കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ലൈവ് സ്ട്രീമിന്റെ റെക്കോർഡിംഗിൽ വിജാഗിരിയില്ലാത്ത വാതിൽ തുറക്കുന്ന നേരിയൊരു ക്ലിക്ക് ശബ്ദം വില്യംസ് ശ്രദ്ധിച്ചു. പുറത്ത് ആരുമുണ്ടായിരുന്നില്ല. വില്യംസ് ആ വാതിലിന്റെ നേർരേഖ പരിശോധിച്ചപ്പോൾ മുറിയുടെ ജനലിനടുത്ത് ഷെൽഫിൽ വെച്ച ഒരു ചെറിയ സ്പീക്കർ കണ്ടു. ആ സ്പീക്കർ ആഷിഖ് ശ്രദ്ധിക്കാതെ വെച്ച ഒരു സാധാരണ ഉപകരണമായിരുന്നു. ആഷിഖ് മരിക്കുന്നതിന് തൊട്ടു മുൻപ് തന്റെ ഏറ്റവും വലിയ എതിരാളിയായ മറ്റൊരു ഇൻഫ്ലുവൻസറെക്കുറിച്ച് ഡയറിയിൽ എഴുതിയിരുന്നു: ഋതു. ആഷിഖ് മരിച്ച വിഭവം ഋതുവിന്റെ സ്പോൺസർഷിപ്പിൽ വന്ന കമ്പനിയുടേതായിരുന്നു. ഋതുവിനെ ചോദ്യം ചെയ്തപ്പോൾ ആഷിഖിനോട് കടുത്ത ദേഷ്യമുണ്ടായിരുന്നെങ്കിലും കൊലപാതകത്തിൽ പങ്കില്ലെന്ന് ഋതു ആണയിട്ടു. വില്യംസ് വീണ്ടും ലൈവ് സ്ട്രീം കണ്ടു. ആഷിഖ് തളർന്നു വീഴുന്നതിന് തൊട്ടു മുൻപ് അയാളുടെ കണ്ണുകൾ സ്പീക്കറിനടുത്ത് വെച്ച ഒരു ചെറിയ മെഷീനിലേക്ക് പോയിരുന്നു. ക്ലിക്ക് ശബ്ദം വരാൻ കാരണം ആ മെഷീനായിരുന്നു. വില്യംസ് ആ സ്പീക്കർ അഴിച്ചു. അതിനുള്ളിൽ സ്പീക്കറിന്റെ വയറിങ്ങിനോട് ചേർന്ന് ഒളിപ്പിച്ച നിലയിൽ ഒരു ചെറിയ ക്യാപ്സ്യൂൾ വലിച്ചെടുക്കുന്ന മെക്കാനിസം. ആ മെക്കാനിസം ഒരു ചെറിയ വിഷ ക്യാപ്സ്യൂൾ ഭക്ഷണത്തിന്റെ മുകളിലേക്ക് വളരെ കൃത്യതയോടെ നിക്ഷേപിക്കാൻ കഴിവുള്ളതായിരുന്നു. ക്ലിക്ക് ശബ്ദം ആ ക്യാപ്സ്യൂൾ പുറത്തു വരുന്നതിൻ്റേതായിരുന്നു. ഈ ഉപകരണം വിദൂരത്തു നിന്ന് വൈഫൈ വഴി പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഋതുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വില്യംസ് തീരുമാനിച്ചു. ഋതു, ആഷിഖ് മരിച്ചത് ഹൃദയാഘാതം കൊണ്ടല്ല, കൃത്യമായ പ്ലാനോടുകൂടിയ കൊലപാതകമായിരുന്നു. ആഷിഖ് കഴിച്ച വിഭവത്തിൽ അവസാന നിമിഷം വിഷം കലർത്തിയത് നിങ്ങളുടെ സ്റ്റുഡിയോയിലെ സ്പീക്കറിൽ ഒളിപ്പിച്ച ഉപകരണമാണ്. ഋതു ഞെട്ടിയില്ല. അവൾ തന്റെ ചിരി അടക്കിപ്പിടിച്ചു. ഋതു: തെളിവെവിടെ ഡിറ്റക്റ്റീവ്? ആ സ്പീക്കർ എന്റേതല്ല. ഞാനാണ് ആഷിഖിന് അത് സമ്മാനമായി കൊടുത്തത്. സമ്മാനം കൊടുത്തയാൾ കൊലപാതകിയാവണമെന്നുണ്ടോ? വില്യംസ് പുഞ്ചിരിച്ചു. നിങ്ങൾ ബുദ്ധിമതിയാണ് ഋതു. അതുകൊണ്ടാണ് നിങ്ങൾ ആഷിഖ് എഴുതിയ ഡയറിയിലെ ഋതു എന്ന പേര് കണ്ടിട്ടും ഭയക്കാതിരുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം മറന്നു. ആഷിഖ് തൻ്റെ അവസാന ലൈവിൽ തൻ്റെ ഫോൺ ഉപയോഗിച്ച് നിങ്ങളുടെ വൈഫൈയിലേക്ക് കണക്ട് ചെയ്തിരുന്നു. കാരണം അന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം വൈഫൈ തകരാറിലായിരുന്നു. വില്യംസ് തൻ്റെ ഫോൺ ഋതുവിനെ കാണിച്ചു. നിങ്ങൾ സ്പീക്കർ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിച്ച നെറ്റ്വർക്ക് IP അഡ്രസ് എൻ്റെ പക്കലുണ്ട്. ലൈവ് സ്ട്രീം നിരീക്ഷിക്കുന്നതിനിടയിൽ ആഷിഖ് അബദ്ധത്തിൽ തൻ്റെ ലൊക്കേഷനും നിങ്ങൾ ഉപയോഗിച്ച വൈഫൈയുടെ പേരും വെളിപ്പെടുത്തിയിരുന്നു. നിങ്ങൾ സ്പീക്കർ ഓൺ ചെയ്തത് നിങ്ങളുടെ വീട്ടിലിരുന്നാണ്. ആ IP അഡ്രസ്സാണ് എൻ്റെ തെളിവ്. ഋതു തകർന്നുപോയി. സൈബർ ലോകത്തെ പോരും അസൂയയും അവളെ ഒരു കൊലപാതകിയാക്കി മാറ്റി. ദശലക്ഷക്കണക്കിന് ആളുകൾ കണ്ട മരണം, ലോകം മുഴുവൻ അന്വേഷിച്ച കൊലയാളി, ഒടുവിൽ ഒരു വൈഫൈ IP അഡ്രസ്സിൻ്റെ രൂപത്തിൽ നിയമം വിജയിച്ചു. വൈറൽ മരണം എന്ന ആധുനിക കൊലപാതകം വില്യംസിന്റെ സൈബർ നിരീക്ഷണത്തിന് മുന്നിൽ തകർന്നു. പോലീസ് ഋതുവിനെ അറസ്റ്റ് ചെയ്യുന്നു. സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. ശക്തമായ IP അഡ്രസ് തെളിവുകളും സ്പീക്കറിലെ വിഷം നിക്ഷേപിക്കുന്ന ഉപകരണവും ഋതുവിന്റെ കുറ്റസമ്മതത്തിലേക്ക് നയിച്ചു. ആഷിഖിന്റെ വൈറൽ മരണമെന്ന കേസ് പൂർണ്ണമായും തെളിയിക്കപ്പെട്ടു. വില്യംസ് തന്റെ ജോലി പൂർത്തിയാക്കിയതിന്റെ സംതൃപ്തിയിൽ നിന്നു അയാൾ മൊബൈൽ ഒരു നിമിഷം നോക്കി. വില്യംസ് ആഷിഖിന്റെ ലാപ്ടോപ്പിലെ ലൈവ് സ്ട്രീം വിൻഡോ അടച്ചു. സ്ക്രീനിൽ അവസാനമായി തെളിഞ്ഞത് ആഷിഖിന്റെ ആരാധകർ വിടുന്ന ദുഃഖകരമായ കമന്റുകളായിരുന്നു. വില്യംസ് സ്റ്റുഡിയോയിലെ ലൈറ്റുകൾ ഓഫ് ചെയ്തു. കമ്പ്യൂട്ടറുകൾ നിശബ്ദമായി.
ആഷിഖ് സൃഷ്ടിച്ച വൈറൽ മരണമെന്ന അധ്യായം ഇവിടെ പൂർത്തിയാവുകയായിരുന്നു. വില്യംസ് ശാന്തമായി വാതിലടച്ച് പുറത്തു കടക്കുന്നു. പോലീസ് സൈറൺ അകലേക്ക് മായുന്നു. നിയമത്തിന്റെ വിജയമുറപ്പിച്ച് വില്യംസ് പോകുന്നു. ഒരു IP അഡ്രസ്സിൽ ഒളിപ്പിച്ച കൊലപാതകമായിരുന്നു അത്. ഡിറ്റക്റ്റീവ് വില്യംസിന്റെ സൈബർ നിരീക്ഷണത്തിനു മുന്നിൽ ഒരു കൊലയാളിക്കും രക്ഷപ്പെടാനാവില്ലെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. വൈറൽ മരണം ഇവിടെ അവസാനിക്കുമ്പോൾ പുതിയൊരു സൈബർ മിസ്റ്ററി നഗരത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു. വില്യംസിന്റെ അടുത്ത അന്വേഷണം കാണാനും ഓരോ കേസിന്റെയും ക്ലൈമാക്സ് അറിയാനും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. അടുത്ത ത്രില്ലർ ഉടൻ വരുന്നു. കാത്തിരിക്കുക.